നന്ദി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിനായി അല്പസമയം കൂടി കാത്തിരിക്കാം. 12 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന പൂജ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റ് പ്രകാശനത്തിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെ ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ ആന്റണി രാജു അവർകളെ ക്ഷണിക്കുന്നു. നന്ദി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു MLA, ലോട്ടറി ഡയറക്ടർ ശ്രീ മിഥുൻ പ്രേമരാജ് IAS, ഇവിടെ ഈ വേദിയിലുള്ള നമ്മുടെ ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. പ്രിയമുള്ള ഇന്നത്തെ നറുക്കെടുപ്പിന്റെ പാനലിലെ ജഡ്ജസ് ഉണ്ട്. ഇവിടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ, കേരളത്തിലെന്ന് മാത്രമല്ല നമ്മുടെ ചാനലുകൾ കാണുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നൊരു സമയമായിരിക്കും ഈ നറുക്കെടുപ്പിന്റെ ഈ സമയം. അപ്പം ആ സമയത്ത് നമുക്ക് ലോട്ടറി വകുപ്പിലെ ഈ നറുക്കെടുപ്പിന്റെ സമയത്ത് നമുക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു. GSTയുടെ പുതിയ നികുതി വന്നത് ഈ ഘട്ടത്തിലാണ്. നികുതി വന്നത് ഈ ഘട്ടത്തിലാണെങ്കിലും ഈ തിരുവോണം ബമ്പർ ആ നികുതിയിലല്ല, പഴയ നികുതിയിലാണ്. പഴയ 28% നികുതിയിലാണ് ഇത് പ്രിന്റ് ചെയ്തത്. പക്ഷെ പ്രിന്റ് ചെയ്യുമ്പം വളരെ മുമ്പ് തന്നെ പ്രിന്റ് ചെയ്യണം. അതിനുശേഷം പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. നികുതി ഡേറ്റ് വരുന്നതിന്റെ മുമ്പ് അത് ചെയ്യണം. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. റെക്കോർഡ് വിൽപ്പനയാണ് ഇപ്രാവശ്യത്തെ ലോട്ടറിയുടെ. അതിനകത്ത് ഒരു ടിക്കറ്റ് മാത്രമാണ് ഇപ്രാവശ്യം ഡാമേജ് ആയതുകൊണ്ട് വിൽക്കാതെ പോയത്. അത് ഇവിടുന്ന് കണക്കുണ്ട്. ആ ഡാമേജ് ആയതുകൊണ്ട് വിൽക്കാതെ പോയി. ബാക്കിയെല്ലാം വിറ്റു. ഏറ്റവും കൂടുതൽ തുക ഇതിനകത്ത് ഒന്നാം സമ്മാനം 25 കോടി എന്നുള്ളത് മാത്രമല്ല, കോടികൾ സമ്മാനം നൽകുന്നു. 20 പേർക്ക് ഓരോ കോടിയുണ്ട്. സാധാരണ 20 ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനമാണ് സാധാരണ ടിക്കറ്റിന്റെ. പിന്നെ 50 ലക്ഷം വെച്ച് അതുപോലെ തന്നെയുണ്ട്. അങ്ങനെ കൊടുക്കുകയാണ്. കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് വാസ്തവത്തിലൊരു ക്ലൗഡ് ഫണ്ടിംഗ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഈ ഫണ്ടുകൾ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. നികുതി കഴിഞ്ഞുള്ള പണത്തിന്റെ മഹാഭൂരിപക്ഷവും ചെറിയൊരു ശതമാനം ഒഴിച്ച് ബാക്കി മുഴുവനും സമ്മാന ഘടനയിൽ പോവാണ്. അതുപോലെ സമ്മാനമായി പോകുന്നു. അതുപോലെ ഏജന്റുമാരും വലിയൊരു നമ്പർ ആളുകളുണ്ട്. 2 ലക്ഷത്തോളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കുള്ള സമ്മാനമായിട്ട്, അവർക്കുള്ള കമ്മീഷനായിട്ട് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് സർക്കാരിന് വരുന്ന ചെറിയൊരു ശതമാനം തുക എന്ന് പറയുന്നത് നമ്മുടെ കാരുണ്യ പദ്ധതിയും മറ്റ് പദ്ധതികൾക്കായിട്ട് പോവുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ പണം സമൂഹത്തിലേക്ക് തന്നെ പോകുന്ന ഒരു വലിയ പദ്ധതിയാണ്. 40% നികുതി വന്നപ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. ആ 40% നികുതി വരുന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ 50 രൂപ ടിക്കറ്റും പൂജ ബമ്പർ ഉൾപ്പെടെ. അതുതന്നെ നികുതി ഘടനയെ വലിയ കുറവ് വരാതെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി സർക്കാരിന്റെ ഭാഗത്തും അതുപോലെ ഏജന്റുമാരുടെ ഭാഗത്തും ചെറിയ തോതിൽ സമ്മാനങ്ങളുടെ നിലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ ലോട്ടറി കേരളത്തിന്റെ ഏറ്റവും 2 ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ലക്ഷം പേർക്ക് തൊഴിലെത്തിക്കുന്നു. അവർക്ക് ഈ ഏജന്റുമാർക്ക് പലവിധ ആനുകൂല്യങ്ങളും പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ മാത്രമല്ല, അവർക്ക് ഓണത്തിനും മറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾക്കുള്ള ബോണസും ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. ഉത്സവ ബത്ത കൊടുക്കുന്നു. ഇപ്പോൾ വീടുകൾ വെച്ച് കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക പദ്ധതി അനുസരിച്ചിട്ട് ഏജന്റുമാർക്ക് വീട് കൊടുക്കുന്ന പദ്ധതി അടക്കമുണ്ട്. ട്രൈ സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്, മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നടത്തുന്ന ഒന്നാണ് ലോട്ടറി വകുപ്പ്. ലോട്ടറി കച്ചവടക്കാരിൽ ഒരു ഭാഗം ആളുകൾ ഭിന്നശേഷിയുള്ളവരും പ്രായമുള്ളവരുണ്ടെന്ന് നമുക്കറിയാം. അവർക്ക് സൗകര്യപ്രദമായ ബാരിയർ ഫ്രീ ആയിട്ടുള്ള ഓഫീസുകളാവണമെന്ന് ലോട്ടറി വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ തന്നെ പരമാവധി ഓഫീസുകളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ വളരെ വലിയ ഒരു സാമൂഹ്യമായ ഇടപെടലും പ്രവർത്തനവും നടത്തുന്ന ഒന്നാണ് ഈ ലോട്ടറി. അപ്പോൾ ലോട്ടറിയുടെ ഏറ്റവും ആകർഷകമായ പദ്ധതിയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, എന്നോട് ശ്രീമതി മായയും രാജ്കുമാരോടൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ മറ്റുദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, ഞങ്ങൾ ഈ ഓണത്തിന്റെ മഴ കാരണം അല്പം ഈ ഓണം ബമ്പർ അല്പം നീട്ടി വെച്ചിരുന്നു.
അപ്പൊ അത് കുറച്ചുകൂടി നമ്മൾ നീട്ടാൻ ആലോചിച്ചു. ഇപ്പോൾ ഡയറക്ടറും അന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യം പൊതുവെ വന്നിട്ടുണ്ട്. അത് നീട്ടിവെച്ചു. അത് മുഴുവൻ ലോട്ടറിയും ഇപ്പോൾ എല്ലാവരുടെയും കിട്ടി. ലോട്ടറി കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള ആകെ നിങ്ങളുടെ എല്ലാം പ്രതീക്ഷ ലോട്ടറി ഒന്നാം സമ്മാനം അടിക്കണമെന്നാണ്. ഒന്നാം സമ്മാനം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമ്മാനം 5.5 ലക്ഷം ലോട്ടറി സമ്മാനങ്ങളുണ്ട് ഓണം ബമ്പറിൽ. ആ ലോട്ടറി സമ്മാനങ്ങൾ എല്ലാവർക്കും അടിക്കാനുള്ള ആഗ്രഹമുണ്ട്. എല്ലാവർക്കും അടിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും ലോട്ടറി അടിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ലോട്ടറി അല്ലെങ്കിൽ അടുത്തൊരു ലോട്ടറി നമ്മൾ ചെയ്യുന്ന നമ്മളോട് കൊടുക്കുന്ന 500 രൂപയോ 100 രൂപയോ 300 രൂപയോ 50 രൂപയോ സമൂഹത്തിന് ഗുണകരമായിട്ടാണ് പോകുന്നതെന്നുള്ള സന്തോഷമുണ്ട്. നന്നായിട്ട് ഈ കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകാൻ ലോട്ടറി വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അതിന്റെ വലിയ ലക്ഷക്കണക്കിന് വരുന്ന ഏജന്റുമാരും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള സമൂഹത്തിനോടൊപ്പം ചേർന്ന് നമുക്ക് ഈ ലോട്ടറി കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതെല്ലാം ആവേശമാവും, സന്തോഷമാവും. എല്ലാവർക്കും ഓണം കഴിഞ്ഞെങ്കിലും ഓണാശംസകൾ. ഇനി വരുന്ന പൂജ ബമ്പറിന്റെ ഉൾപ്പെടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ വിജയവും ലോട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ ആന്റണി രാജു അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ, ജഡ്ജസ്, മാധ്യമ സുഹൃത്തുക്കളെ, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന 15-ൽ ഒരാൾക്ക് സമ്മാനം ഉറപ്പുവരുത്തുന്നതാണ് നമ്മുടെ കേരള ഭാഗ്യക്കുറി. കഴിഞ്ഞ വർഷത്തേക്കുള്ള ഏതാണ്ട് 3.5 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ കൂടുതലായിട്ട് പോയിട്ടുള്ളത്. ഏതാണ്ട് അതിന്റെ പകുതി സമ്മാനവും ഘടനകളുമാണ് പൂജ ബമ്പറിനുള്ളത്. ജനങ്ങള് കേരള ഭാഗ്യക്കുറിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും വളരെ കുറ്റമറ്റ വിധത്തിൽ അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും നൽകി അങ്ങനെ ഒരു ജനകീയ സംരംഭമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ. ഏതായാലും ഓണം ബമ്പറിന്റെ ഭാഗ്യവാനം ഒരാഴ്ച മുമ്പേ നമ്മൾ കണ്ടെത്തേണ്ടതായിരുന്നു. മഴക്കെടുതി കാരണം ഒരാഴ്ച വൈകി. ഏതായാലും എല്ലാ കണ്ണുകളും ഇപ്പോ നിങ്ങളിലേക്കാണ്, മാധ്യമങ്ങളിലേക്കാണ്. 75 ലക്ഷം പേരെങ്കിലും ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഏത് ചാനലാണെന്ന് അറിയില്ല കൂടുതൽ പേര് കാണുന്നത്. ഏതായാലും ഏതെങ്കിലും ഒന്ന് കാണുന്നുണ്ട് ആളുകൾ. ഏതായാലും നമ്മൾ അധിക സമയം വൈകാതെ നമുക്ക് നറുക്കെടുപ്പിലേക്ക് പോകാം. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. പൂജ ബമ്പർ ഭാഗ്യക്കുറിക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി. പൂജ ബമ്പർ പ്രകാശന ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട അതിഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും നന്ദി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ 25 കോടി രൂപ സ്വന്തമാക്കുന്ന ഭാഗ്യശാലി ആരെന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കാം. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഓണം ബമ്പർ തിരുവോണം ബമ്പർ 2025 25 കോടി നേടുന്ന ഭാഗ്യവാൻ ആര് എന്നറിയാൻ അല്പസമയം കൂടി കാത്തിരുന്നാൽ മതിയാകും. നമുക്കറിയാം, അപ്രതീക്ഷിതമായ കനത്ത മഴ കാരണം ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താതെ